വിശദമായി നോക്കാം. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ. കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടുപോകണമെന്ന ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ ബി.ജെ.പി. നേതാവായ സി.കെ. പത്മനാഭൻ പരസ്യമായി എതിർത്ത സാഹചര്യത്തിലാണ് കമലിനെതിരാണ് ബി.ജെ.പി. നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ എൻ രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു എൻ രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ എൻ രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ സി.കെ. പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ സി.കെ. പത്മനാഭനെതിരെ ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് എൻ രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗങ്ങളിൽ സി.കെ.പിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. സി.കെ.പിക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന ബി.ജെ.പി. നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12-അംഗ കോർ കമ്മിറ്റിയിൽ ആരും സി.കെ.പിയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും സി.കെ.പിക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. സി.കെ. പത്മനാഭനെ അനുകൂലിക്കുന്ന എം.എസ്. കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം കെ.കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സി.കെ.പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും സി.കെ.പിക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും സി.കെ. പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. കെ.എൻ. രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച എ.കെ. ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും എ.കെ. ആന്റണി. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. തമ്മിലടി അവസാനിപ്പിച്ച് നഷ്ടപ്പെട്ടുപോയ ജനവിശ്വാസം വീണ്ടെടുക്കുക, പുതിയ അണികളെ, പുതിയ പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക, അതാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി. അതിനെല്ലാവരും യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. എം.ആർ. സജേഷ് നൽകും തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ. സജേഷ്, തീർച്ചയായും ആന്റണിയുടെ വിമർശനങ്ങൾ ചെന്നുകൊള്ളുന്നത് കോൺഗ്രസിലെ നേതൃത്വത്തിലും അവിടുത്തെ ചക്കളത്തിപ്പോരിലും ഗ്രൂപ്പ് കളികളിലുമാണ്. ആന്റണി ഇക്കാര്യം തുറന്ന് സമ്മതിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹൈക്കമാൻഡിന്റെ നിലപാട് കൂടിയാണോ? തീർച്ചയായും മനോ, രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ആന്റണിയുടെ ഇത്തരത്തിലുള്ള പ്രകടനം, ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം. വളരെ കൃത്യമായി തന്നെ ഉമ്മൻചാണ്ടി വിട്ടുനിന്നുള്ള അസംതൃപ്തി ആന്റണി വ്യക്തമാക്കുന്നു. ഒരു നേതാവും സ്തുതിപാഠകർ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകളാണ് ആന്റണി ഉപയോഗിച്ചിട്ടുള്ളത്. നാളെ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡുമായി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡിൽ ഇക്കാര്യത്തിലുള്ള അതൃപ്തി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആന്റണിയുടെ വാക്കുകൾ പരസ്യമായി തന്നെ ആന്റണി
പറയുന്നത്. തമ്മിലടി നേതാക്കൾ അവസാനിപ്പിക്കണം, കാലിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഒലിച്ചു പോവുകയാണ്. പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല പോകുന്നത്, നേതാക്കളുടെ കാലിന്റെ ചുവട്ടിലെ മണ്ണും ഒലിച്ചു പോവുകയാണെന്നാണ് ആന്റണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നാളെ ഈ കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ആന്റണി നടത്തിയിട്ടുള്ള ഈ അഭിപ്രായ പ്രകടനം അത് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് കൂടിയാണ്. മനു. ശരി, MR സജേഷാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ എ ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെടും. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. VD സതീശൻ MLA-യുടെ വിദേശയാത്രകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം തുടങ്ങി. MLA ആയിരിക്കെ 100ഓളം തവണ സതീശൻ വിദേശയാത്രകൾ നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അന്വേഷണം. പറവൂർ സ്വദേശി EM നായിബിന്റെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയോ ചെലവിലോ അല്ല സതീശൻ വിദേശയാത്രകൾ നടത്തിയതെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. 2001 മുതൽ VD സതീശൻ MLA നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. 2001 മുതൽ MLA ആയി തുടരുന്ന സതീശൻ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയോ ചെലവിലോ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിച്ചിട്ടുണ്ട്. എങ്കിലും 100ഓളം തവണ സതീശൻ വിദേശയാത്ര നടത്തിയതാണ് വിവാദമായിരിക്കുന്നത്. അഴിമതിപ്പണം പ്രവാസി മലയാളികളുടെ പേരിൽ നടത്തുന്ന ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു വിദേശയാത്രകളെന്ന് പരാതിയിൽ പറയുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നെൽവയൽ നികത്തുന്നതിനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിലും തന്റെ ബിനാമിയായ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ നവാസിനെ ഉപയോഗിച്ച് പണം സമ്പാദിച്ചുവെന്നും പരാതിക്കാരനായ EM നായിബ് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിരന്തരം സതീശൻ്റെ ബിനാമി മാഞ്ഞാലി സ്വദേശി DN നവാസും വിദേശയാത്ര നടത്തുകയും അവിടെ പല ബിസിനസ് സംരംഭങ്ങളിലും പങ്കാളികളാവുകയും ചെയ്യുന്നതായിട്ട് പ്രാദേശികമായിട്ട് പല സോഴ്സ് കോണുകളിൽ നിന്നും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നവാസിന്റെ ദുരൂഹമായ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച തെളിവുകളും പരാതിക്കാരൻ വിജിലൻസിന് കൈമാറി. ആരോപണ വിധേയനായ VD സതീശനിൽ നിന്നും വിജിലൻസ് സംഘം ഉടൻ മൊഴിയെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാനായി BJP-യിൽ തമ്മിലടി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയുമായി 10,000-ലധികം അപേക്ഷകളാണ് ദേശീയ നേതൃത്വത്തിന് ലഭിച്ചത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് ദില്ലിയിൽ ചേരുന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകും. അതേസമയം പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ദില്ലിയിൽ യോഗം ചേരുന്നത്. സ്ഥാനാർത്ഥിത്വം നേടിയെടുക്കാനായി സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ മത്സരിക്കുന്നതാണ് BJP നേതൃത്വത്തിന് തലവേദനയാകുന്നത്. 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 10,000-ലധികം അപേക്ഷകൾ ഇതുവരെ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ പങ്കെടുക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകും. ഉത്തരാഖണ്ഡിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും തിരഞ്ഞെടുപ്പ് സമിതിയുടെ പരിഗണനയ്ക്ക് വരും. അതേസമയം പഞ്ചാബിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരവേ പുതിയ ആവശ്യവുമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ഹൈക്കമാൻഡിനെ സമീപിച്ചു. ശിരോമണി അകാലിദൾ നേതാവും മുഖ്യമന്ത്രിയുമായ പ്രകാശ് സിംഗ് ബാദലിനെതിരെ ലാംബി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ പാട്യാല അർബൻ മണ്ഡലമാണ് അമരീന്ദറിന് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ തകർച്ചയിലേക്ക് നയിച്ച മുഖ്യമന്ത്രിയെ തോൽപ്പിക്കണമെന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് അമരീന്ദർ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ മറുപടി ലഭിച്ചാൽ ബുധനാഴ്ച ലാംബിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സാങ്കേതിക സർവകലാശാലയുടെ ക്യാമ്പസിനായി വിളപ്പിൽശാലയിലെ സ്ഥലം വേണ്ടെന്ന വൈസ് ചാൻസലർ കുഞ്ചറിയയുടെ നിലപാടിനെതിരെ അംഗങ്ങൾ. ഗവേണിംഗ് ബോഡി യോഗത്തിൽ അംഗങ്ങൾ VC-യെ എതിർപ്പ് അറിയിച്ചു. സർവകലാശാലയിൽ അനധ്യാപക നിയമനം നടത്താത്തതിലും VC-ക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ സ്ഥലമാണ് സർക്കാർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിനായി കണ്ടെത്തിയത്. എന്നാൽ ആ സ്ഥലം സർവകലാശാല ക്യാമ്പസിന് വേണ്ട എന്നതാണ് നിലവിൽ വൈസ് ചാൻസലർ ഡോക്ടർ കുഞ്ചിറിയ P. ഐസക്കിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് ഓഫ് ഗവേണൻസ് യോഗത്തിലാണ് VC പുതിയ നിലപാടെടുത്തത്. എന്നാൽ VC-യുടെ നിലപാടിനെ യോഗത്തിൽ മറ്റംഗങ്ങൾ വിമർശിച്ചു. എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവും ബോർഡ് ഓഫ് ഗവേണൻസ് അംഗവുമായ ഡോക്ടർ G. രാധാകൃഷ്ണൻ. അത് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ 2 വർഷമാകും. ഇതുവരെയായിട്ടും നമുക്കൊരു ക്യാമ്പസ് ആയിട്ടില്ല. വിളപ്പിൽശാലയിലുള്ള ആ പഴയ വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ ഗവേണിംഗ് ബോഡിയിൽ പൊതുവെ അതിനൊരു എതിർപ്പൊന്നും ഇല്ല എന്നാണ്. പക്ഷേ വൈസ് ചാൻസലർ പറയുന്നത് അത് വളരെ ഒരു അഗാധ ഗർത്തമാണ്. ആര് ചോദിച്ചാലും ഐ വിൽ നോട്ട് ഇംപ്ലിമെന്റ് ഇറ്റ്. അതായിരുന്നു അടുത്ത പ്രശ്നം. അത് മാറേണ്ടിയിരിക്കും. എന്നാൽ ക്യാമ്പസിനായി മറ്റേതെങ്കിലും സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയക്കാനാണ് നിലവിൽ VC-യുടെ തീരുമാനം.
സർവകലാശാലയിലെ അനധ്യാപക തസ്തികകളിലേക്ക് PSC മുഖാന്തരം നിയമനം നടത്താത്തതിനെയും അംഗങ്ങൾ യോഗത്തിൽ എതിർത്തു. ഈ നിയമനങ്ങൾ നടക്കാത്തത് കാരണം സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ താറുമാറായതായാണ് അംഗങ്ങൾ പറയുന്നത്. VC-യുടേത് ഏകപക്ഷീയമായ നിലപാടുകളാണെന്നും ഇവർ വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരും. അവസാനവട്ട ഒരുക്കങ്ങളിൽ കണ്ണൂർ. വിവരങ്ങൾ നൽകാനായി അരുൺ ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും തത്സമയം. അരുൺ, അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ് കണ്ണൂരിൽ പുരോഗമിക്കുന്നത്? തീർച്ചയായും മനു, അവസാനവട്ട ഒരുക്കങ്ങൾ ഏറെക്കുറെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി മത്സരത്തിലേക്ക് ഒരു നാട് മുഴുവൻ കണ്ണും കാതും നട്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 57ാമത് സംസ്ഥാന സ്കൂൾ കലാമേളയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങളും നിലവിൽ ഇവിടെ കണ്ണൂരിൽ പൂർത്തിയായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാന വേദിയായ നിലയിലാണ്. നമുക്കറിയാം സാംസ്കാരിക മേഖലകളിലെ, അതായത് 10 നദികളുടെ പേരിൽ ഒരുക്കിയിട്ടുള്ള വിവിധ തരത്തിലുള്ള വേദികളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദി, ഒന്നാമത്തെ വേദി, പ്രധാന ഗ്രൗണ്ടിലെ വേദിയായ നിലയിലാണ് നിലവിൽ ഞാനുള്ളത്. ഏകദേശം 5000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രധാന മത്സരങ്ങളെല്ലാം തന്നെ ഈ പ്രധാന വേദിയിലായ ഈ നിലയിലാണ് നടക്കുന്നത്. അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം അടക്കമുള്ള എല്ലാ ഇനങ്ങളും ഈ പ്രധാന വേദിയിൽ നടക്കുന്നു. 5000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള, അവർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സൗകര്യമാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം പരമാവധി ആൾക്കാർ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ 9:30 പ്രധാന വേദിയായ നിലയിൽ KV മോഹൻകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ പതാക ഉയർത്തി ഉദ്ഘാടനം നടത്തുന്നത്. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. ഗായിക KS ചിത്രയാണ് ഇത്തവണ മുഖ്യ അതിഥി. 57ാമത് കലോത്സവമായതുകൊണ്ട് തന്നെ 57 അധ്യാപകർ ചേർന്ന് ഒരുക്കുന്ന സ്വാഗതഗാനം ആലപിക്കും. വൈകിട്ട് ഇതിൻ്റെ ദൃശ്യഭാഷ്യമാകും രംഗത്ത് അവതരിപ്പിക്കുക. എന്തായാലും 10 വർഷത്തിന് ശേഷം ആതിഥ്യം വഹിക്കുന്ന കണ്ണൂർ, എല്ലാ അർത്ഥത്തിലും 10 വർഷത്തിന് ശേഷമാണ് രണ്ടാമത് ഒരിക്കൽ കൂടി കലോത്സവം ഇവിടെ കണ്ണൂരിൽ ആതിഥ്യം വഹിക്കുന്നത്. തിരൂരിന് ശേഷം, ഒരുപക്ഷേ മലപ്പുറത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുകയും പൊതുജനങ്ങളുടെ പങ്കാളിത്തം, കലാസ്വാദകരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇവിടെയാണ്. 232 ഇനങ്ങളിലായി 12,000 പ്രതിഭകളാണ് ഇവിടെ മാറ്റ് ഒരുക്കുക. ഹൈസ്കൂൾ വിഭാഗം 89, ഹയർ സെക്കൻഡറി 105, അറബിക് കലോത്സവം, ഒപ്പം സംസ്കൃതോത്സവം 19 വീതം ഇനങ്ങളിലായാണ് മത്സരം. 172 ഇനങ്ങളിൽ വ്യക്തിഗത ഇനങ്ങൾ ഉണ്ട്. ഒപ്പം 55 ഇനങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ്. 50 സ്റ്റേജ് ഇതര ഇനങ്ങളുമുണ്ട്. അങ്ങനെ 172 ഇനങ്ങൾ കൂടി നടക്കും, സ്റ്റേജ് ഇതര ഇനങ്ങളടക്കം. അങ്ങനെ എന്തായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. മത്സരം, അതായത് പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളത്തക്ക തരത്തിലാണ് ഈ പ്രധാന വേദിയായ നില ഇവിടം കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്, ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി മത്സരങ്ങളിലേക്ക്, അതിൻ്റെ ആരവങ്ങളിലേക്ക്, ആഘോഷങ്ങളിലേക്ക് കണ്ണുനട്ട് ഇരിക്കുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും 12,000 കലാപ്രതിഭകൾ അരങ്ങിൽ എത്തുകയാണ് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിന് സമാനമായ വേദികളെല്ലാം തയ്യാറാണ്. 20 വേദികളിൽ 13 താൽക്കാലികമായി നിർമ്മിച്ചതാണ്. ഇതിൽ പ്രധാന വേദിയായ പോലീസ് മൈതാനിയിലെ നിലയിൽ 35,000 ചതുരശ്ര അടിയിലാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് കലോത്സവങ്ങൾ, ഒപ്പം ഈ പ്രകൃതി സൗഹൃദം, അത്തരത്തിൽ സ്ഥിതി സൗഹൃദ കലോത്സവം എന്ന നിലയിൽ കൂടി ഇതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടിയാണ് ഇത് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 6 തട്ടുകളോടുകൂടി ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ പ്രധാന വേദി, അത് വളരെ മനോഹരമായ വേദിയാണ്. ഒപ്പം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നു. 1200 ചതുരശ്ര അടിയിലാണ് നിലയിലെ വേദി. പ്രത്യേകം ഗ്രീൻ റൂം ഇവിടെ ഉണ്ട്. മത്സരാർത്ഥികളുടെ ഊഴം നറുക്കെടുക്കാനുള്ള മുറിയും വിശിഷ്ട അതിഥികൾക്കുള്ള മുറിയും സജ്ജീകരിച്ചിട്ടുള്ള. ഒപ്പം പന്തലിൽ സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ ഛായാചിത്രം ഒരുക്കിയിട്ടുണ്ട്. 2 ആഴ്ച 24 മണിക്കൂറും ജോലി ചെയ്ത് പണി പൂർത്തിയാക്കിയതാണ് ഈ പ്രധാന വേദി എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസ് മൈതാനം, ഒപ്പം കളക്ടറേറ്റ് മൈതാനം, ടൗൺ സ്ക്വയർ, ജവഹർ സ്റ്റേഡിയം, മുനിസിപ്പൽ ഹൈസ്കൂൾ, താവക്കര UP സ്കൂൾ, ടൗൺ, ഹയർ സെക്കൻഡറി, സെൻറ്റ് മൈക്കിൾസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് താൽക്കാലിക പന്തലുകൾ, മറ്റ് വേദികൾ ഒരുക്കിയിരിക്കുന്നത്. ഊട്ടുപുരയുടെ പാലുകാച്ചൽ 12:30 കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പൂർവാധികം ഭംഗിയായി എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ്. മത്സരങ്ങളുടെ ആരവങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് കണ്ണൂർ. ശരി, അരുണാണ് കണ്ണൂരിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവച്ചത്. കണ്ണൂരിൽ 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ കലകളുടെ ഈറ്റില്ലമായ തൃശൂർ ചെറുതുരുത്തിയിലും തയ്യാറെടുപ്പുകൾ തകൃതിയാണ്. ഓട്ടൻതുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം ഗീതാനന്ദൻ വീണ്ടും പരിശീലകനായി എത്തുമ്പോൾ അണിയറയിൽ മത്സരാർത്ഥികളും ആവേശത്തിലാണ്. 4 പതിറ്റാണ്ടത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഗീതാനന്ദൻ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവ പരിശീലനത്തിൽ തിരികെ എത്തുന്നത്.
കലോത്സവ വേദികളിൽ 39 വർഷം ശിഷ്യന്മാരെ എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായ ഗീതാനന്ദൻ. 15-ാം വയസ്സിൽ തന്നേക്കാൾ മുതിർന്നവരെ ഓട്ടംതുള്ളൽ അഭ്യസിപ്പിച്ച വേദിയിലെത്തിച്ച ഗീതാനന്ദന്റെ 80-ലധികം ശിഷ്യന്മാരാണ് കലോത്സവ വേദികളിൽ ഇതുവരെ മാറ്റുരച്ചത്. ഹാസ്യകലയായി മാത്രം വേദിയിലെത്തിയിരുന്ന ഓട്ടംതുള്ളലിൽ വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള ഗീതാനന്ദന്റെ ശ്രമങ്ങൾക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. മരിച്ചു കുമാരകൻ എന്നാണ് തുടക്കം തന്നെ. ഇത് കേൾക്കുമ്പോൾ തുള്ളലാന്ന് പോലും തോന്നില്ലല്ലോ. ഈ പദത്തിലാണ് തുടങ്ങണത്. അന്ന് പാലക്കാട് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ ദിവ്യ ആർ നായർ പറഞ്ഞ കുട്ടി ഈ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണം ദുഃഖത്തിൽ പ്രാധാന്യമുള്ള സാധനം അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും സാധാരണ പോലെ അവതരിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഹാസ്യം വിട്ട് ദുഃഖത്തിലേക്ക് വന്നു തുടങ്ങി. 3 വർഷക്കാലം പരിശീലനത്തിൽ നിന്ന് മാറി ആസ്വാദകനായി വേദികളിലെത്തിയ ശേഷമാണ് ഗീതാനന്ദൻ വീണ്ടും സജീവമാകുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും അണിയറയിൽ സജീവമാകുമ്പോൾ തുള്ളൽ അഭ്യസിക്കാൻ എത്തുന്നവർ കലയെ ജീവനായി കാണുന്നവരാണെന്നത് ഈ ഗുരുനാഥന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആദ്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് മത്സരാർത്ഥികളുടെ പരിശീലനം. ഗീതാനന്ദന്റെ 3 ശിഷ്യരാണ് ഇക്കുറി ഓട്ടംതുള്ളലിൽ അരങ്ങിലെത്തുന്നത്. 4 പതിറ്റാണ്ട് കാലത്തെ പരിശീലന പരമ്പരയുമായി കലാമണ്ഡല ഗീതാനന്ദൻ വീണ്ടും കലോത്സവ വേദികളിൽ സജീവമാവുകയാണ്. ക്യാമറമാൻ പി സലീമിനൊപ്പം CG ദിൽജിത്ത്. തിരികെ വാർത്തകളിലേക്ക്. കശുവണ്ടി ഫാക്ടറികൾ അടച്ചിട്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടി മുതലാളിമാർ തിരുത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇടതുപക്ഷ സർക്കാരും CPIM-ഉം കശുവണ്ടി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്തെ സമരകേന്ദ്രങ്ങൾ കോടിയേരി സന്ദർശിച്ചു. കാഷ്യൂ വർക്കേഴ്സ് CITU-വിന്റെ നേതൃത്വത്തിൽ വിവിധ കശുവണ്ടി ഫാക്ടറികൾക്ക് മുൻപിൽ കഴിഞ്ഞ 1 മാസമായി തുടരുന്ന നിരാഹാര സമരത്തിന് കോടിയേരി ബാലകൃഷ്ണൻ അഭിവാദ്യമർപ്പിച്ചു. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിരാഹാരമനുഷ്ഠിക്കുന്ന CPIM DYFI നേതാക്കളെ കോടിയേരി ബാലകൃഷ്ണൻ അഭിനന്ദിച്ചു. സമരാവേശം ഉയർത്തിപ്പിടിച്ച് വിജയം കാണും വരെ കൂടുതൽ ശക്തമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ കാര്യത്തിൽ തൊഴിലാളികൾ നടത്തിവരുന്ന പോരാട്ടത്തിന് CPM-ന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും. ഈ സമരം വിജയിപ്പിക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യും. ഈ പ്രശ്നത്തിൽ ഇടപെടും. ഇപ്പോൾ തന്നെ ഓരോരുത്തരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന്മാരും പൊതു തീരുമാനത്തിന് കാത്തു നിൽക്കാതെ അതാത് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാകണം. സർക്കാരും CPIM-ഉം തൊഴിലാളികൾക്കൊപ്പമാണെന്നും കശുവണ്ടി മേഖലയെ തകർത്ത UDF-ന് കശുവണ്ടി തൊഴിലാളികളോട് എന്ത് ആത്മാർത്ഥതയാണുള്ളതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. വൈകിട്ട് 5 മണിയോടെ ശരംകുത്തിയിലെത്തിയ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികളും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സന്നിധാനത്തേക്ക് ആനയിക്കുകയും 18-ാം പടി കയറി സോപാനത്തിലെത്തിയപ്പോൾ തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുകയും ചെയ്തു. ശരണമന്ത്രധ്വനികളാൽ മുഖരിതമായിരുന്ന സന്നിധാനത്തെ അന്തരീക്ഷത്തിൽ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും മറ്റൊരു ലോകമാണ് നൽകിയത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിട്ട തിരുവാഭരണം 6:15-നാണ് സന്നിധാനത്തെത്തിയത്. ശരംകുത്തിയിൽ നിന്നും ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആനയിച്ചു. കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ദേവസ്വം മെമ്പർമാർ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ശ്രീകോവിലേക്ക് കൊണ്ടുപോയ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടന്നു. ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞതും ആകാശത്ത് മകരനക്ഷത്രം തെളിഞ്ഞതും. ഈ ഒരു ധന്യമുഹൂർത്തത്തിനായി കഴിഞ്ഞ 3 ദിവസത്തിലധികം സന്നിധാനത്തും പരിസരത്തുമായി ടെന്റടിച്ച് കാത്തിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്കും മകരജ്യോതി ദർശിച്ചതോടെ ശബരിമല ദർശനത്തിന്റെ പുണ്യമാണ് ലഭിച്ചത്. ഈ വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ മകരജ്യോതി ദർശനമായതോടുകൂടി ഓരോ അയ്യപ്പ ഭക്തനും അതിന്റെ നിർവൃതിയിലാണ്. മകരജ്യോതി ദർശനമായതിന്റെ പുണ്യം നുകർന്നുകൊണ്ട് തന്നെയായിരിക്കും ഇനിയുള്ള നിമിഷങ്ങളിൽ ഓരോ അയ്യപ്പ ഭക്തനും ശബരിമലയിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് പോവുക. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. പെരുമ്പടവം ശ്രീധരന്റെ നോവലായ ഒരു സങ്കീർത്തനം പോലെ നാടകരൂപത്തിലെത്തുന്നു. റഷ്യൻ സാഹിത്യകാരൻ ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയത്തെ ആസ്പദമാക്കിയാണ് നാടകം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ നാടകകൃത്തും നാടക നടനുമായ അഹമ്മദ് മുസ്ലിമാണ് നാടകരചന നിർവഹിക്കുന്നത്. ഇന്ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ വൈകിട്ട് 6:30 മുതലാണ് നാടകം.
വായനക്കാർ ഹൃദയത്തിലേറ്റുവാങ്ങിയ ദസ്തേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയം അരങ്ങിലേക്ക് എത്തുകയാണ്. വിശ്വസാഹിത്യകാരൻ ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ അവലംബിച്ച് പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന്റെ നാടകരൂപാവതരണം ഇന്ന് നടക്കും. ദസ്തേവ്സ്കിയുടെ ഹൃദയത്തിന്റെ ഭാഷ വായനക്കാരനെ അനുഭവിക്കുന്ന ശൈലിയാണ് പെരുമ്പടവം എഴുതിയ നോവലിന്റെ മുഖമുദ്ര. സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിയും നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള അഹമ്മദ് മുസ്ലിമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നാടകത്തിന്റെ രചന. നാടകത്തിൽ ദസ്തേവ്സ്കിയായി എത്തുന്നതും അഹമ്മദ് മുസ്ലിം തന്നെ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന ഗാർഗി ആനന്ദാണ് അന്നയായി അരങ്ങിലെത്തുന്നത്. കരുനാഗപ്പള്ളി ഗോപൻ, പുന്നൂർ ശ്രീകുമാർ, അതുൽ ശ്രീകുമാർ, ഉഷ രവി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നുണ്ട്. വൈകിട്ട് 6:30 കരുനാഗപ്പള്ളി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിന്റെ അരങ്ങേറ്റം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.